ഇതേ രാവിലെ തന്നെ ഒരുത്തനത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെയും കാത്ത് നമ്മളെ ബിജു കിടപ്പുണ്ട് കേട്ടോ. ബിജുവിനെ സന്തോഷിപ്പിക്കാനായിട്ട് ആപ്പിള് കരുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിജു ഇതവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കുറച്ച് നൈറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പണിയിൽ നിന്ന് കണ്ടിട്ട് വരാം. ഗായ്സ്, നൈറ്റ് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളിതാ ഒരു വീട്ടിലെ വഴി റെഡിയായി കൊടുക്കാണ്. നമ്മുടെ ലോറിയിൽ മണ്ണുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ മുടിയൻ്റെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട് ലെവലാക്കാൻ വേണ്ടിയിട്ട്. ബേക്കിലായിട്ട് നമ്മളെ രതീഷ് ചേട്ടൻ്റെ വണ്ടിയുണ്ട്. മൊത്തം പണി തന്നെ. നമ്മളെ മുടിയനിതാ പണി തുടങ്ങാൻ പോവുകയാണ്. വണ്ടിയിലേക്ക് ഓടിക്കാറിയിട്ടുണ്ട്. നമ്മളെ ലോറി മണ്ണ് തട്ടാൻ വേണ്ടി വരികയാണ് കേട്ടോ. നമ്മൾ ഒരു ലോഡ് മണ്ണ് ഇവിടെ തട്ടുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ മുകളിലായിട്ട് താറ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു വടി റെഡിയാക്കി കൊടുക്കണം. അതിന്റെ പരിപാടിയാണ്. മൊത്തം മണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മുടിയൻ്റെ കരാവിരുതാണ്. ഇനി മൊത്തത്തിൽ ലെവലാക്കി സെറ്റാക്കി വരേണ്ടത് മുടിയനാണ് കേട്ടോ. നമ്മുടെ മുടിയൻ പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബിജു ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മുടിയൻ പണി തുടങ്ങി. ലെവലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങി. ഇവന് കുറവാണ്, ഇവന് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ നമ്മള് വിഷ്ണുത സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ലോറി ഇത് അവിടെ നിന്ന് വളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മുടിന് ഇത് അവിടുന്ന് തകൃതിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടി 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 അടി. ഓ, ഇത് നമ്മളെ മിതുവാണ് കേട്ടോ, നമ്മളെ ഇറ്റാച്ചി ഓപ്പറേറ്റർ. ഇറ്റാച്ചിക്ക് വർക്കില്ലാത്തത് കൊണ്ട് ഇപ്പൊ നമ്മളെ കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുടിയൻ ഇതാ ഇവിടുന്ന് നല്ല തകൃതിയായിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുടിയൻ നമുക്ക് കാണില്ല, ലൈറ്റ് ആയതുകൊണ്ട് ഒന്നും കാണില്ല. അപ്പൊ നമുക്ക് JCBന്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ ഗായ്സ്, നമ്മുടെ മുടു ഇതാ ഇവിടുന്ന് തകൃതിയായിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ JCBന്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ. നല്ല മാസ് ലെവലിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമ്മൾ ഒരിക്കലും ലെവലാവുന്നത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പുറത്ത് ലെവലാവൂല. രാത്രി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഒന്നും മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ നമ്മുടെ മുടിയനിതാ സെറ്റാക്കി വരുന്നുണ്ട്. നമ്മൾ ടിപ്പർ പോയി കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് താറ് വേസ്റ്റ് ലോഡ് ചെയ്തിട്ട് വരണം. താറ് വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ മണ്ണൊക്കെ ലെവലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ താറ് വെച്ചിട്ടിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആരെയും വഴിയൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. ബുദ്ധിമുട്ടുള്ള എല്ലാ ഏരിയകളും നമ്മളിങ്ങനെ ഇതുപോലെ രാത്രിയാണ് രാത്രി, പകലാണ് പകൽ എല്ലാം എടുത്തിട്ട് തീർത്ത് ഓക്കെ ആക്കി വരികയാണ്. നമ്മളെ മുടിയിലിതാ താറ് വെച്ചിപ്പോൾ ഇട്ട് മൊത്തം ലെവലാക്കി വരികയാണ് കേട്ടോ. ഏകദേശം ഇനിയിപ്പോൾ ഒരു ലോഡ് കൊണ്ട് മതിയാവും തോന്നുന്നു. ഇപ്പോൾ 2 ലോഡ് വണ്ടി ഇപ്പോൾ അവിടുന്ന് ലോഡാക്കി വിട്ടിട്ടുണ്ട്. അപ്പം അതോടെ ഇവിടെയുള്ള പണി മൊത്തം കഴിയും. നമ്മുടെ ലാസ്റ്റ് ഘട്ടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം താറ് മണ്ണിട്ട് ലെവലാക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് നമ്മൾ താറ് ഇട്ടിട്ട് അടിച്ചടിച്ച് കൊണ്ടുവരുന്നത്. ഗായ്സ്, ദാ ഒരു ടൂറിസ്റ്റ് ബസ് നല്ല പാട്ടൊക്കെ വെച്ച് നല്ല കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഡാൻസ് ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ഹൈവേ കൂടി പോകുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇതാ 2ാമത്തെ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇവിടെ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ മുടിനിതാ ലെവലാക്കി വരുന്നുണ്ട്. നമ്മുടെ രതീഷ് ചേട്ടൻ്റെ വണ്ടി ഇതാ അവിടെ സൈഡിലായിട്ട് കിടപ്പുണ്ട് കേട്ടോ. കുത്തി അമർത്തി അങ്ങനെ പിടുത്തം വിട്ട ലെവലിങ്ങാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെ അവനിങ്ങനെ കുലുങ്ങുന്നുണ്ട്. അവനിപ്പോൾ ബക്കറ്റ് വെച്ച് അടിച്ചിട്ട് ഇപ്പം രാത്രി അത്ര ലെവലും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. അതിനിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ ചെയ്യുള്ളൂ. ഇതിപ്പോൾ വീട്ടിലേക്കുള്ള വഴിയും റെഡിയാക്കി കൊടുക്കണം. വണ്ടി പോകേണ്ട ചിലപ്പോൾ കയറി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുകയാണ്. നമ്മുടെ ബസ്സിൽ നിന്നുള്ള പിള്ളേരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. എവിടെയോ ട്രിപ്പ് പോകണം. ഇപ്പോൾ 2 ബസ്സിൽ നല്ല വൈബ് ടീമാണുള്ളത്. മൊത്തം ഫ്ലാഷറും ലൈറ്റും ലേസറൊക്കെ ആയിട്ട് നല്ല തകൃതിയാക്കുന്നുണ്ട് പിള്ളേർ. കോളേജ് ട്രിപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇത്രത്തോളം നമ്മളെ മുടിയൻ ലെവലായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ബാക്കി കുറച്ച് സാധനം തട്ടാൻ വേണ്ടി നമ്മുടെ ലരീഷാറിൻ്റെ ലോറി ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതിയിലൂടെ തട്ടിയിട്ട് നമുക്ക് ലെവലാക്കി നോക്കാം. ഇല്ലെങ്കിൽ സാധനം വീണ്ടും വേസ്റ്റായി പോകും. അപ്പോൾ നമ്മുടെ ലോഡ് തട്ടിക്കുകയാണ് കേട്ടോ. ആവശ്യമായ ലോഡ് മാത്രമേ നമ്മളിവിടെ തട്ടിക്കുന്നുള്ളൂ. അധികമായിട്ട് അതിൻ്റെ പരിപാടിയാണ് ഞാൻ എടുത്തത്. നമ്മുടെ ബേക്കിൽ വന്ന ബസ്സൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുടിയൻ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപ്പളെത്തിയിട്ടുണ്ട്. വെയിലൊക്കെ നല്ല രീതിയിൽ മുഖത്തൊക്കെ അടിച്ചു തുടങ്ങി. ഇതാട്ടോ ഇപ്പോഴുള്ള അവസ്ഥ. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ നമ്മുടെ ഇറ്റാച്ചി ഇവിടുന്ന് മാറ്റി വെക്കണം. ഇവിടെ ഇപ്പം എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ചി ഇവിടെ മഴ പെയ്ത് പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പം അതിൻ്റെ ഓപ്പറേറ്റർ വരുന്നുണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതൊരു ഹെവി ആയിട്ടുള്ള മെഷീനാണ് കേട്ടോ. കാറ്റിൻ്റെ 330 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമ്മുടെ രാവിലത്തെ പണി തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വേമിനുള്ള മണ്ണൊക്കെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഈ വഴി കട്ട് ചെയ്യണം. ഈ വഴി കട്ട് ചെയ്തിട്ട് ഇത് റെഡിയാക്കി വരണം. അപ്പോൾ ഈ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ എല്ലാവരുടെയെല്ലാം ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞാലേ മാറ്റുള്ളൂ. അതിൻ്റെ ഓപ്പറേറ്ററാണ് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത് നമ്മളെ മിഥുന്. അപ്പോൾ ഇതാ നമ്മൾ മൊത്തം വേമിൻ്റെ മണ്ണിതാ ലെവലാക്കി വരികയാണ്. നമ്മളെ ബിജു ആണ് കേട്ടോ ലെവലാക്കി വിടുന്നത്. നമ്മുടെ ആദ്യത്തെ പണി ഇതാണ്. ഇനിയിപ്പോൾ കുറേ പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വഴി കട്ട് ചെയ്യാനുണ്ട്. അതായത് നമ്മളിതാ മിഥുന് വന്നിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി എടുത്ത് മാറ്റി കണ്ടിട്ട് വന്നതാണ്. കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇവന്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കേറ്റിൻ്റെ 330 GC എന്ന് പറഞ്ഞ മോഡലാണ്. അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് വേണം നമ്മളവിടെയുള്ള മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കാൻ. പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ വലുപ്പം തോന്നുന്നത്. ചെറിയ വണ്ടിയൊന്നുമല്ല. ഇതിൻ്റെ ബക്കറ്റിൽ നമ്മളെപ്പോലുള്ളൊരു 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. വേണമെങ്കിൽ ഇത് വെള്ളം നിറച്ച് കുളിക്കാം. ആ ടൈപ്പ് ബക്കറ്റാണ്. നോക്കുകയാണെങ്കിൽ ഇത് ഇത്രത്തോളം വലുപ്പമുണ്ട് ബക്കറ്റിന്. അതുപോലെ തന്നെ നമ്മുടെ ബിജു ഇതാ നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഇതാ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇറ്റാച്ചി ഇതാ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് മഴ പെയ്തുകൊണ്ട് പണിയില്ലാത്തതുകൊണ്ട് നിർത്തിയിട്ടാണ്. ബിജു ഇവിടെ തകൃതിയായിട്ട് ഇത് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കേറ്റിൻ്റെ എൻജിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു കടൽ പോലെ ഏരിയ ഉണ്ട്. ഓടിച്ചാടി നടന്ന് കളിക്കാം. ഇതാണ് ഇറ്റാച്ചിൻ്റെ മുകളിൽ നിന്നുള്ള വിഷയം. ഓയിലൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തു. ഓയിലൊക്കെ ഓക്കെയാണ്. അധികം പഴക്കമൊന്നുമില്ലാത്ത മെഷീനാണ് കേട്ടോ. ഞങ്ങൾക്ക് ജസ്റ്റ് എൻജിൻ ഒന്ന് നോക്കാം. ഇതാണ് ഇതിന് കരുത്ത് നൽകുന്ന കൂറ്റൻ 2 അൾട്ടർനേറ്റ് ഒക്കെ ഉള്ള മെഷീനാണ് കേട്ടോ. അതാ
അൾട്രാനെറ്റ് 2 ഉണ്ട്. പിന്നെ ചറവറാ ഫാനും കൊടുത്തിട്ടുണ്ട് കൂളിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. 5 ഫാനോ 5 6 8 ഫാനും കാണുന്നുണ്ട്. വലിയൊരു എഞ്ചിനാണ് കേട്ടോ, കേറ്റിന്റെ തന്നെ എഞ്ചിനാണ്. ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ്. നമ്മൾ കേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ താക്കോൽ ഇത് എവിടെയാ കുത്തോന്നറിയില്ല. അപ്പൊ ഇതാ ഈ 330 മെഷീന് ഇത് കീലസ് ആണ്, താക്കോൽ വേണ്ട. അപ്പൊ താക്കോൽ ഇവിടെ വെക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട വെച്ചാൽ ഇതാ ഇതിങ്ങനെ ജസ്റ്റ് ഓൺ ചെയ്യുക. അപ്പൊ ഇതാ സാധനമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് പുഷ് സ്റ്റാർട്ട്. മിഷൻ സ്റ്റാർട്ടായി. ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഹൈഡലിങ്ങിൽ കിടക്കണം. ഈ കാണുന്നത് ഇത് RPM ആണ്. ഇങ്ങനെ തിരിക്കും തോറും RPM കൂടി വരും. ടച്ചാണ് കേട്ടോ. ഓക്കെ വെക്കറ്റാണ്. ഓക്കെ ഓട്ടോ വാമപ്പ്. ഇനിയിപ്പോ ഇത് എഞ്ചിൻ ഓട്ടോ വാമപ്പ് ആവും. എഞ്ചിനൊന്ന് ഉഷാറായി എണീച്ച് വേണം. അതുപോലെ ബാക്കിലുള്ള വ്യൂ മൊത്തം CCTV കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു അപാര മിഷൻ തന്നെയാണ് കേട്ടോ. ഇത് മൊത്തം ഏതാണ്ട് മൊത്തം CCTVയോ. ആ ബക്കറ്റൊക്കെ കിടക്കണ ദൂരം കണ്ടോ, ഒരുപാട് ദൂരത്താണ് ബക്കറ്റൊക്കെ ഉള്ളത്. ഏതാണ്ട് നമ്മുടെ മിഥുന്റെ അത്ര ചെസ്റ്റിന്റെ അടുത്ത് വരെ ഹൈറ്റ് ഉണ്ട്. അത് മടക്കിയിട്ട് കുമ്പിടുത്തി വെച്ചോക്കുമ്പോൾ, കുമ്പിടുത്തി വെക്കുക എന്ന് പറയുന്നത് നമ്മള് പിന്നെ വടയർക്കാര് റിലേങ്ങയാണ് കേട്ടോ. അത് പിന്നെ കമഴ്ത്തി വെക്കുക എന്ന് പറയും. അപ്പൊ അതങ്ങ് ആര് സ്ലാങ്ങിലങ്ങ് വരുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. CCTV ഇതാ ബാക്കിലുള്ള മൊത്തം ദൃശ്യങ്ങളും കാണുന്നുണ്ട്. എഞ്ചിൻ വാമപ്പ് കഴിഞ്ഞിട്ടില്ല. എഞ്ചിൻ ഓട്ടോ വാമപ്പാണ്. ഇനിയിപ്പോൾ അത് കഴിയണം. നമ്മൾ സർവീസ് റോഡിൽ കൂടെ ബസ്സൊക്കെ ചീറിപ്പഞ്ഞ് പോകുന്നുണ്ട്. ബിജു ഇത് ഇവിടുന്ന് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇറ്റാച്ചിയുടെ എഞ്ചിൻ വാമപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതാണ് അതിന്റെ ലോക്ക്. ഇത് മുക്കിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യൂ. നമ്മുടെ ഭൂമിന്റെ ലിവർ ഇതാണ്. ഇത് ഈ ബക്കറ്റ് പൊക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത് ജസ്റ്റ് ബാക്കോട്ട് വലിക്കുന്നതോറും ഇതിങ്ങനെ പൊങ്ങി വരും. അതിങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇതാ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം നമ്മുടെ ചെക്കൻ ഇതാ പണി തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ ചെക്കൻ ഇതാ വണ്ടി കയറുന്നുണ്ട്. ഇനിയിപ്പം ഇവിടെയുള്ള കുറച്ച് ചളിയൊക്കെ മാറ്റണം. നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾക്ക് തട്ടാനുണ്ട്. നമ്മുടെ ചെക്കൻ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. മൊത്തം കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കപ്പൽ പോലത്തെ വണ്ടിയാണ് ഇട്ടത്. നമുക്ക് നമ്മുടെ ബിജുവിനടുക്ക് പോവാം. ഇവിടെ കുറച്ച് പണിയുണ്ട്, അതാവും ചെയ്തോളും. ഇപ്പൊ ഗായ്സ് നമ്മൾ ഈ വഴിയൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ മൊത്തം കട്ട് ചെയ്ത് റെഡിയാക്കണം. ഇപ്പൊ ഗായ്സ് നമ്മൾ ഇത്രത്തോളം കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെയൊക്കെ കട്ട് ചെയ്യണം. ഈ പോഷനിലൊക്കെ ലേശം ചൊറയുണ്ട്. പോഷൻ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു കാറുണ്ട്. ആ കാറ് കാറ്റാനുള്ള ഒരു വഴിയും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ 2 പരിപാടി ഇപ്പോൾ ഒരുമിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ടിട്ട് പിന്നെ വണ്ടി പോകേണ്ട ഒരു സെറ്റപ്പ് ആക്കണം. ഇതാട്ടോ നമ്മളെ കട്ട് ചെയ്ത ഈ ബൗണ്ടറി വാള് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ്.
നമ്മൾ ഇത്രത്തോളം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഏരിയയിൽ കൂടി നമുക്ക് ഒരു റോഡ് ഉണ്ടാക്കണം, നമ്മളെ ഈ കാറൊക്കെ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ കുറച്ച് ദിവസം ഈ വഴി ബ്ലോക്കായിരിക്കും, അതുകൊണ്ട് ഒരു ടെമ്പററി റോഡ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ ആർട്ടിക് ഫർണിച്ചറിൻ്റെ അടുത്തായിട്ടാണുള്ളത്. ഞാനിപ്പോൾ ഇറ്റാച്ചിയുടെ കൈൻ്റെ ഉള്ളിലാണുള്ളത്. ഈ ഹൈറ്റ് കണ്ടോ, ഞാനിപ്പോൾ നേരെ നിന്നിട്ടാണുള്ളത്. നേരെ നിന്നിട്ട് എൻ്റെ തലേൻ്റെ ഈ ഒരു ഹൈറ്റിൽ ഇതുണ്ട്. കേട്ടോ നമ്മൾ ഇറ്റാച്ചി, ഇതാ കേട്ടോ നമ്മൾ ഇറ്റാച്ചി. ഇത്രയും വലിപ്പമുണ്ട് ഇതിൻ്റെ ബക്കറ്റിന്. കാണുമ്പോൾ നമുക്ക് അത്രയായിട്ട് തോന്നില്ല. ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ബിജുവും ഇതും കൂടി. കാഴ്ച നമ്മൾ ഇതാ കുഴിയൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല, കാരണം അത് ഇത് കഴിഞ്ഞതിന് ശേഷം എടുക്കും. ആ പോസ്റ്റ് നമ്മൾ സേവ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പണിയെടുക്കാൻ. ഇപ്പോൾ താഴെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ വർക്കേഴ്സ് ഇപ്പോൾ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ളൊരു റോഡ് തൽക്കാലത്തേക്കൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ കുറച്ച് മണ്ണിടണം. അതിനിപ്പോൾ നമ്മുടെ ലോറിയൊക്കെ കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ JCB ഇതാ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതുവഴി റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പരിപാടി കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബിജു ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അഭിനേഷും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ തട്ടിയിട്ട് മൊത്തം ലെവലാക്കണം. അപ്പോൾ നമ്മുടെ മണ്ണ് ഇവിടെ തട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടിപ്പർ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബിജുവും അച്ചു അവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് വെച്ചാൽ എന്തുരുകാണ് റെഡിക്ക്. നമ്മളെ മണ്ണ് ഇവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ അത് ലെവലാക്കിയിട്ട് നമ്മുടെ ഈ വഴി നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വഴി മൊത്തത്തിൽ ടെമ്പററി ആയിട്ടൊന്ന് മാറ്റി കൊടുത്തതാണ്. അപ്പം മണ്ണൊക്കെ തട്ടി നമ്മുടെ വണ്ടി പോയി കേട്ടോ. ഇപ്പോൾ കഴിച്ച് നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ റോഡൊക്കെ റെഡിയായി കൊടുത്തിട്ടുണ്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന നേരം ആർക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഉണ്ടാറ്. അപ്പോൾ നമ്മളെ ആദ്യത്തെ അവരുടെ വഴി ഇവിടെയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ആ ബൗണ്ടറി വാള് പണിയുള്ളത് കൊണ്ട് അവിടെ കട്ട് ചെയ്തു. അപ്പോൾ ആ വഴി മാറ്റിയിട്ട് തൽക്കാലം ടെമ്പററി ആയിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഞങ്ങളുടെ നേരത്തുള്ള പണി കഴിഞ്ഞു. ഇപ്പൊ ഇതാ മിഥുനും കൂടി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. അടുത്ത ഓപ്പറേറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് റെസ്റ്റ് കേട്ടോ. ഇനിയിപ്പോ ഇതാ ഈ ചങ്ങാനിക്ക് ഇവിടെയുള്ള കുറെ കാടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെയുള്ള ഒരു ബൗണ്ടറി വാൾ കട്ടിയുള്ള ഏരിയ ആക്കണം. അപ്പൊ ഇനി ഈ ചങ്ങായിനെ കൊണ്ട് നമുക്ക് ഈ കാടൊക്കെ വൃത്തിയാക്കണം. തുടങ്ങിക്കോ. യെസ്. അപ്പൊ നമ്മുടെ മിഥുനുണ്ട് പണി തുടങ്ങിയിട്ടുണ്ട്. കാടൊക്കെ ഇതാ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അടുത്ത ബൗണ്ടറി വാൾ കട്ടിയുള്ള ഏരിയ ആണ് കേട്ടോ. എല്ലാം സർവീസ് കൊണ്ട് സൈഡിൽ നിന്നാണ് മൊത്തം കളി. അപ്പോൾ നമ്മുടെ മിഥുനിവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. കുറെ കച്ചരയൊക്കെ പാരി വലിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കട്ട് ചെയ്യണം.